അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തോളം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. ക്ലാസ് 8 ഫിഖ് എല്ലാ പാഠങ്ങളും അറബിയിലായതുകൊണ്ട് ഓരോ പാഠത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം വേണം ആ പാഠങ്ങളുടെ തദ്രീബാത്ത് നോക്കാൻ. അപ്പോൾ നമുക്കാദ്യം ഈ പാഠത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അൽ വഹദത്തുൽ ഖാമിസ, 5ാമത്തെ പാഠം. അൽ റുസുൽ. റുസുൽ എന്ന് പറഞ്ഞാൽ കുളി. ആദ്യത്തെ പാരഗ്രാഫ് നോക്കൂ. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ജനാബത്തുകാരനാണെങ്കിൽ ശുദ്ധി വരുത്തുക. വഖാല, ആർത്തവ രക്തത്തെ സംബന്ധിച്ച് നബിയെ അങ്ങയോടവർ ചോദിച്ചു വരും. അത് ഒരു മ്ലേച്ഛ വസ്തുവാണെന്ന് അവരോട് പറയുക. ആർത്തവ സമയത്ത് സ്ത്രീകളെ നിങ്ങൾ മാറ്റി നിർത്തുക. ശുദ്ധി വരുത്തുന്നതുവരെ അവരോട് അടുക്കരുത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചിത്രവും നായയും ജനാബത്തുകാരനുമുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. ഐ മലായികത്തുർ റഹ്മ, റഹ്മത്തിന്റെ മലക്കുകൾ. അടുത്തത് മൂജിബാത്തുൽ റുസുൽ, കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ. കുളി എന്നാൽ നിയ്യത്തോടെ ശരീരം മുഴുവൻ വെള്ളം ഒലിക്കലാണ്. കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ 6 1. മനീയ് പുറപ്പെടുക. 2. ഫർജിൽ ഹഷഫ പ്രവേശിക്കുക. അവയിലൊന്ന് വേർപെട്ടതാവട്ടെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെതാവട്ടെ. ആ പ്രവേശനം മറയോട് കൂടിയോ പിൻദ്വാരത്തിലോ മറന്നോ നിർബന്ധമായാലും ശരി. 3. ഹൈല്, ആർത്തവം. 4. നിഫാസ്, അതായത് പ്രസവരക്തം. അടുത്ത പേജ് നോക്കൂ. 5. അൽ വിലാദത്ത്, പ്രസവം. പ്രസവിച്ചത് രക്തകഷ്ണമാവട്ടെ മാംസകഷ്ണമാവട്ടെ ഒരു ജീവിയുടെ രൂപത്തിലാവട്ടെ ഓപ്പറേഷൻ വഴിയാവട്ടെ. 6. ഒരു മുസ്ലിം ഷഹീദല്ലാതെ മരിക്കുക. ഷഹീദിനെ കുളിപ്പിക്കൽ ഹറാമാണ്. അടുത്ത പാരഗ്രാഫ്. മാ യഹ്റുമു ബിൽ ഹദസിൽ അക്ബർ, അതായത് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന കാര്യങ്ങൾ. ജനാബത്ത് കൊണ്ടും പ്രസവം കൊണ്ടും ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാവുന്ന മുഴുവൻ കാര്യങ്ങൾ. പള്ളിയിൽ താമസിക്കൽ, ഖുർആൻ ഓതൽ എന്നിവ ഹറാമാണ്. ഖുർആൻ എന്ന ഉദ്ദേശമില്ലാതെ ഖുർആനിലെ ദിക്റുകൾ ഹറാമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റും, വാഹനം കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ദിക്റുകളും പോലെ. ഹൈല് കൊണ്ടും നിഫാസ് കൊണ്ടും ജനാബത്ത് കൊണ്ട് ഹറാമാവുന്ന മുഴുവൻ കാര്യങ്ങൾ. നോമ്പ്, ത്വലാഖ്, മറയോടെയാണെങ്കിലും സംയോഗം, മറയില്ലാതെ അവളുടെ മുട്ടുപൊക്കിളിനിടയിൽ ഇണങ്ങിച്ചേരൽ എന്നിവ ഹറാമാകും. രക്തം നിലച്ചാൽ കുളിക്കുന്നതിന് മുമ്പ് നോമ്പും ത്വലാഖും അനുവദനീയമാണ്. അടുത്ത പാരഗ്രാഫ്. കൈഫിയത്തുൽ റുസുൽ, കുളിയുടെ രൂപം. ജനാബത്തിനെ ഉയർത്തുന്നു എന്നോ കുളി ആവശ്യമായ കാര്യത്തെ ഹലാലാക്കുന്നു എന്നോ കുളിയുടെ ഫർലിനെ വീട്ടുന്നു എന്നോ കുളിയുടെ തുടക്കത്തോട് ചേർന്ന് കൊണ്ട് നിയ്യത്ത് ചെയ്യുകയും തൊലിയിലും രോമങ്ങളിലും വെള്ളം വ്യാപിപ്പിക്കലുമാണ് കുളിയുടെ ചുരുങ്ങിയ രൂപം. കുളിയുടെ പൂർണ്ണ രൂപം ബിസ്മി ചൊല്ലുക, ഖിബ്ലയ്ക്ക് മുന്നിടുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, പിന്നീട് വുളൂ നിർവഹിക്കുക, പിന്നീട് തലയിൽ വെള്ളമൊഴിക്കുക, പിന്നീട് വലതുഭാഗത്തും പിന്നെ ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക, ചുലിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക, വിരലുകളും രോമങ്ങളും തിക്കി അകറ്റുക, തേച്ചുരയ്ക്കുക, എല്ലാം 3 തവണ നിർവഹിക്കുക. സംസാരം ഒഴിവാക്കുക, ഒഴിഞ്ഞ സ്ഥലത്തും ഔറത്ത് മറയ്ക്കുക. കുളിയുടെ ശേഷം ഉളുവിൽ നിർവഹിക്കേണ്ട ദിക്ർ
ദുആ നടത്തുക എന്നിവ സുന്നത്താണ്. ആർത്തവക്കാരി രക്തം നിലച്ച ഉടനെ കസ്തൂരിയോ അതുപോലത്തതോ ഉപയോഗിക്കുക. അടുത്ത പേജ് നോക്കൂ. അൽ അഹ്സാലുൽ മസ്നൂന, സുന്നത്തായ കുളികൾ. ചില കാര്യങ്ങൾക്ക് കുളി സുന്നത്താണ്. ജുമുഅ, 2 പെരുന്നാൾ, 2 ഗ്രഹണ നിസ്കാരങ്ങൾ, മഴ തേടിയുള്ള നിസ്കാരം, എഴുത്തിക്കാഫ്, ബാങ്ക്, പള്ളി, ദിക്റിന്റെ സദസ്സ് പോലെ നന്മയുടെ വേദികളിലേക്കുള്ള പ്രവേശനം എന്നിവ അതിൽപ്പെട്ടതാണ്. വിയർപ്പ് പോലത്തവ കാരണം ശരീരം മലിനമാവുകയോ അവിശ്വാസി ഇസ്ലാം സ്വീകരിക്കുകയോ ഭ്രാന്ത് പോലത്തവർക്ക് സുഖം പ്രാപിക്കുകയോ മയത്തിനെ കുളിപ്പിക്കുകയോ ചെയ്താൽ കുളി ഇപ്രകാരം സുന്നത്താണ്. കുളിക്കുമ്പോൾ കുളിയുടെ കാരണമാണ് കരുതേണ്ടത്. ഉദാഹരണം, ജുമുഅയ്ക്ക് ഞാൻ കുളിക്കാൻ കരുതി. അടുത്തത് തദാഖുലുൽ അഹ്ദാസ്, അശുദ്ധിയുടെ സമന്വയം. ഒരാൾക്ക് ചെറിയ അശുദ്ധിയും ജനാബത്തുമുണ്ടായാൽ വുളൂഇനും കൂടി ജനാബത്ത് കുളി മതി. എങ്കിലും ഏറ്റവും നല്ലത് രണ്ടും നിർവഹിക്കലാണ്. ഒരാളിൽ വുളൂഇന്റെയും കുളിയുടെയും പല കാരണങ്ങൾ ഒരുമിച്ച് കൂടുകയും അതിലൊന്ന് അയാൾ കരുതുകയും ചെയ്താൽ മുഴുവൻ കാരണങ്ങളും ഉയർന്നു പോവുന്നതാണ്. ഒരാളിൽ നജസും അശുദ്ധിയുമുണ്ടെങ്കിൽ നജസ് നീങ്ങുമെങ്കിൽ രണ്ടിനും ഒരു കഴുകൽ മതി. എങ്കിലും ആദ്യം നജസ് ശുദ്ധീകരിക്കുകയും രണ്ടാമത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തലുമാണ് സുന്നത്ത്. ഒരാൾ ജനാബത്തിനും ജുമുഅ പോലോത്തതിനും അല്ലെങ്കിൽ ജുമുഅയ്ക്കും പെരുന്നാളിനും രണ്ടിൻ്റെയും നിയ്യത്തോടെ കുളിച്ചാൽ രണ്ടും ലഭ്യമാവും. ഒന്ന് മാത്രം കരുതിയാൽ കരുതിയത് മാത്രം ലഭിക്കും. കുളിക്കുന്നവൻ കുളിക്കുമ്പോൾ നിയ്യത്തിൽ സംശയിച്ചാൽ കുളി ആദ്യം മുതൽ തുടങ്ങണം. അല്ലെങ്കിൽ ഒരവയവത്തിന്റെ ശുദ്ധീകരണത്തിൽ സംശയിച്ചാൽ ആ അവയവം ശുദ്ധി വരുത്തുക. അല്ലെങ്കിൽ കഴുകിയ എണ്ണത്തിൽ സംശയിച്ചാൽ ഉറപ്പുള്ളത് സ്വീകരിക്കുക. അല്ലെങ്കിൽ കുളിയിൽ നിന്ന് വിരമിച്ച ശേഷം മേൽ പറയപ്പെട്ടവയിൽ സംശയിച്ചാൽ ആ സംശയത്തിന് പ്രസക്തിയില്ല. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ അർത്ഥം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നൽബിത്തു ബിൽ അഷ്കാൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹർക്കത്തുകൾ നൽകുക. ഈ പാഠത്തിൽ പഠിച്ച ഒരു ഹദീസാണ് ഇങ്ങനെ ഹർക്കത്തില്ലാതെ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൽ ഹർക്കത്തുകൾ നൽകിയതുപോലെ കൂട്ടുകാരും ഹർക്കത്തുകൾ നൽകുക. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തും വലാ ഖൽബും വലാ ജുനുബുൻ. അടുത്ത പ്രവർത്തനം നക്തഷ്ഫുൽ ഇജാബാത്ത്, ഉത്തരം കണ്ടെത്താം. 1. മൽ ഹദസുൽ അക്ബർ, വലിയ അശുദ്ധി എന്നാൽ എന്ത്? ഉത്തരം, കുളി നിർബന്ധമാകുന്ന അവസ്ഥയ്ക്കാണ് വലിയ അശുദ്ധി എന്ന് പറയുന്നത്. 2. കംഹിയ മൂജിബാത്തുൽ ഗുസ്ൽ വമാഹിയ, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ എത്ര, അവ ഏവ? ഉത്തരം, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ 6 1. മനിയ് പുറപ്പെടുക. 2. ഫർജിൽ ഹഷഫ പ്രവേശിക്കുക. 3. ഹൈല്. 4. നിഫാസ്. 5. പ്രസവം. 6. മുസ്ലിം ഷഹീദല്ലാതെ മരിക്കുക. 3. മാഹിയൽ ഉമൂറുൽ മുഹറമത്തു ലിൽ ജുനുബി ഖാസത്തൻ, അതായത് ജനാബത്തുകാരന് പ്രത്യേകം ഹറാമാകുന്ന കാര്യങ്ങൾ. 1. പള്ളിയിൽ താമസിക്കൽ. 2. ഖുർആൻ ഓതൽ. 4. മാഹിയൽ ഉമൂറുൽ മുഹറമത്തു ലിൽ ഹായിലി വൻ നുഫസാഇ ഖാസത്തൻ, അതായത് ഹൈലുകാരിക്കും നിഫാസുകാരിക്കും പ്രത്യേകം ഹറാമാവുന്ന കാര്യങ്ങൾ ഏവ? ഉത്തരം, ഹൈൽ കൊണ്ടും നിഫാസ് കൊണ്ടും പ്രത്യേകം ഹറാമാകുന്ന കാര്യങ്ങൾ. 1. നോമ്പ്. 2. ത്വലാഖ്. 3. ജിമാ, മറയോടെയാണെങ്കിലും സംയോഗം. 4. മറയില്ലാതെ അവളുടെ മുട്ടുപൊക്കലിനിടയിൽ ഇണങ്ങിച്ചേരൽ. 5. ഈത്ത് ബിൻ നിയ്യത്തിൽ ഗുസ്ൽ, കുളിയുടെ നീയത്ത് ഏത്? ഉത്തരം, ജനാബത്തിനെ ഉയർത്തുന്നു എന്നോ കുളി ആവശ്യമായ കാര്യത്തെ ഹലാലാക്കുന്നു എന്നോ കുളിയുടെ ഫർളിനെ വീട്ടുന്നു എന്നോ ആണ് കുളിക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്. ഉദാഹരണം, ഹൈൽ കുളിയെ ഹലാലാക്കാൻ ഞാൻ കുളിക്കുന്നു. 6. ഉദ്കുർ മവാഫിഖൽ അഗ്സാലിൽ മസ്നൂന, അതായത് കുളി സുന്നത്തായ സമയങ്ങൾ എഴുതുക. ഉത്തരം,
1 ജുമുഅ, 2 പെരുന്നാൾ, 3 2 ഗ്രഹണ നിസ്കാരങ്ങൾ, 4 മഴ തേടിയുള്ള നിസ്കാരം, 5 എഴുത്തിക്കാഫ്, 6 അസാൻ, 7 പള്ളിയിൽ പ്രവേശിക്കൽ, 8 ദിക്റിന്റെ സദസ്സ് പോലെ നന്മയുടെ വേദികളിലേക്കുള്ള പ്രവേശനം. അടുത്ത പ്രവർത്തനം നുസഹിഹുൽ അഖ്താ, തെറ്റിത്തിരുത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും നാം ശരിയാക്കണം. 1 ലൗ അഹ്ദസ വഅജ്നബ ഫയജിബു അലൈഹിൽ വുളൂഉ അവ്വലൻ സുമ്മൽ ഗുസ്ൽ. ഒരാൾ ചെറിയ അശുദ്ധിക്കാരനായി അതോടൊപ്പം വലിയ അശുദ്ധിക്കാരനുമായി, എന്നാൽ അവന് ആദ്യം വുളൂഉം പിന്നീട് കുളിയും നിർബന്ധമാകും. ഇത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. ശരിയായത് ലൗ അഹ്ദസ വഅജ്നബ ഖഫ ഗുസ്ലുൽ ജനാബത്തി അനിൽ വുളൂഇ ലാകിനിൽ അഫ്ളലുൽ ജംഉ ബൈനഹുമാ. അതായത് ഒരാൾക്ക് ചെറിയ അശുദ്ധിയും ജനാബത്തുമുണ്ടായാൽ വുളൂഇനും കൂടി ജനാബത്ത് കുളി മതിയാകും. എങ്കിലും ഏറ്റവും നല്ലത് രണ്ടും നിർവഹിക്കലാണ്. 2 ലൗ ശക്കൽ മുഗ്തസിലു അസ്നാഅ ഗുസ്ലിഹി ഫിൻ നിയ്യത്തി ലം യുഅസ്സിർ. അതായത് ഒരാൾ കുളിക്കുന്നതിനിടയിൽ നിയ്യത്തിൽ സംശയിച്ചു, എന്നാൽ ആ സംശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. ശരിയായത് ലൗ ശക്കൽ മുഗ്തസിലു അസ്നാഅ ഗുസ്ലിഹി ഫിൻ നിയ്യത്തി ഇസ്തഅനഫ. അതായത് കുളിക്കുന്നവൻ കുളിക്കുമ്പോൾ നിയ്യത്തിൽ സംശയിച്ചാൽ കുളി ആദ്യം മുതൽ തുടങ്ങണം. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം അൽ വാജിബുൽ മൻസിലിയ്, ഹോംവർക്കായി ചെയ്യേണ്ട വർക്കാണിത്. നക്തബു മുസക്കിറത്തൻ അൻ കൈഫിയ്യത്തിൽ ഗുസ്ലിൽ കാമിൽ, പരിപൂർണമായ കുളിയുടെ രൂപം എഴുതുക. കുളിയുടെ പൂർണ്ണ രൂപം: ബിസ്മി ചൊല്ലുക, ഖിബ്ലയ്ക്ക് മുന്നിടുക, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, പിന്നീട് വുളൂ നിർവഹിക്കുക, പിന്നീട് തലയിൽ വെള്ളമൊഴിക്കുക, പിന്നീട് വലതുഭാഗത്തും പിന്നെ ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക, ചുളിഞ്ഞ സ്ഥലങ്ങൾ സൂക്ഷിച്ചു കഴുകുക, വിരലുകളും രോമങ്ങളും തിക്കകറ്റുക, തേച്ചുരയ്ക്കുക, എല്ലാം 3 തവണ നിർവഹിക്കുക. സംസാരം ഒഴിവാക്കുക, ഒഴിഞ്ഞ സ്ഥലത്തും ഔറത്ത് മറയ്ക്കുക. കുളിയുടെ ശേഷം വുളൂയിൽ നിർവഹിക്കുന്ന ദിക്ർ ദുആ നടത്തുക. ആർത്തവക്കാരി രക്തം നിലച്ച ഉടനെ കസ്തൂരിയോ അത് പോലോത്തതോ ഉപയോഗിക്കുക എന്നിവയാണ് കുളിയുടെ പൂർണ്ണ രൂപം. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.